ഇപ്പോൾ ആര്യയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിമിഷം എന്താ പറയാനുള്ളത്? അവർ അവർക്ക് എല്ലാവിധ ആശംസകളും. ഈ നമ്മുടെ 2026 ഒരു പുതുവത്സര കല്യാണമാണ് ആദ്യമായിട്ട് ഞങ്ങളിലുള്ള. അപ്പം അങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദമ്പതികളാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയുള്ള കാലം നല്ല രീതിയിൽ അവർ കഴിയട്ടെ. ചേട്ടനാണല്ലോ ഇതിനകത്ത് മുതിർന്ന ആൾ, ഇപ്പോൾ വന്നപ്പോൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തല്ലോ. അതെ 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 അതിൻ്റെ പരിചയം ഞങ്ങൾ ലിറ്റിൽ ട്രസ്റ്റ് പീപ്പിൾ എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മൾ 10-300 ആൾക്കാരുണ്ട്. എല്ലാ ജില്ലകളിൽ 14 ജില്ലകളിലും ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഉള്ള ഗ്രൂപ്പാണ്. അതിൽ നമ്മളെ പിന്നെ ലതാകുമാരി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ആളാണ്. പിന്നെ അതിൻ്റെ പറഞ്ഞു ബാക്കി അവർ പറയും. ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അഡ്മിൻ എന്ന് പറയുമ്പം ദുബായിലാണ്, മജീഷ്യനാണ്, ചാർലി എന്നാണ് പേര്. അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുമ്പം ജോബി AS ആണ്, ഫിലിം സ്റ്റാറാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ടാണ് ഇന്ന് വരാത്തത്. പിന്നെ ഞങ്ങൾ 14 ജില്ലകളിലെ ആൾക്കാരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ വീടിനുള്ളിൽ കുറേ പേര് ഈ പൊക്കം കുറവെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുമെന്ന് പറഞ്ഞ് അവർ വീട്ടിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കാൻ തന്നെ കാരണം. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആളുടെ കല്യാണം നടക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കാരണം ഇന്ന് അവധി ദിവസമാണ് ഞങ്ങൾക്ക്. ഞാൻ GSTയിലാണ് വർക്ക് ചെയ്യണത്. ഇത് പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് റവന്യൂവിൻ്റെ ആളാണിത്, നമ്മുടെ ജയകുമാർ. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളിന് ഇങ്ങനെ ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ കൂടെ എന്തായാലും പങ്കെടുക്കണം, അവരനുഗ്രഹിക്കുകയും വേണം. എന്താണ് പറയാനുള്ളത്? എനിക്കും അത് തന്നെ പറയാനുള്ളത്. അവർ ഇനി ജീവിതകാലം മുഴുവൻ ഇനി നല്ല ദീർഘായുസ്സോടുകൂടി കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ലിറ്റിൽ പീപ്പിളിൻ്റെ ആൾക്കാരാണ്. അതിൽ ഒരു സെക്രട്ടറിയും പ്രസിഡൻറ്റും അതിൽ അംഗങ്ങളും ഉണ്ട്. അതിൽ ഒരു ഭാരവാഹിയാണ് ഞാനും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും സഹായം ചെയ്യലുണ്ട്. അതും നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ലേഡീസ് 7-9 പേരുണ്ട്. ഇന്ന് കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ വരാത്തത്. അല്ലെങ്കിൽ കുറച്ച് പേരും കൂടെ കണ്ടനെയായിരുന്നു. കാരണം നമ്മളിപ്പം എവിടെയെങ്കിലും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആൾക്കാർക്ക് തന്നെ ഒരു കാഴ്ച ആണ്. അവർ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് ഒന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും അവർക്കൊരു സന്തോഷമാണ്. നേരത്തെ ആണെങ്കിൽ നമുക്ക് വരെ ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങിയ ആൾക്കാർ നോക്കുമ്പോഴൊക്കെ നമുക്കൊരു നാണക്കേട്, ഒരു ദേഷ്യമൊക്കെ ആയിരുന്നു, കളിയാക്കൊക്കെ വരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അവർ നമ്മളെ കൂടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഫോട്ടോ എടുത്തോട്ടാ, നിങ്ങൾ ആരൊക്കെയാണ്. അവർ ഭയങ്കര സന്തോഷത്തോടെ വരും. നേരത്തെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ചെറുതിലെ ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ആയിരുന്നാലും ചെറുതിലേ പോകുമ്പോൾ ഒരു ദയാർത്ഥത്തിൽ നമ്മളെ വിളിക്കും, അതാ ഇന്നയാൾ പോകുന്നു അതാ പോകുന്നു. പക്ഷെ ഇപ്പോഴും അതൊന്നും കേൾക്കാറില്ല. എല്ലാവർക്കും നല്ല ബഹുമാനമാണ്. നമ്മളെവിടെ ഇറങ്ങിയിരുന്നാലും ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ. അപ്പോൾ ഞാൻ 2-3 സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ഇവരെല്ലാവരും നമ്മളെ കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും നമ്മളതിലോട്ട് പിന്നെ ഓരോ പ്രോഗ്രാമിലും കൊണ്ടുവരികയാണ്. ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പം പോയായിരുന്നു. കാരണം പോലീസൊക്കെ നല്ല പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഞങ്ങളെ കൊണ്ട് പോയതും ഞങ്ങളെ പിന്നെ സ്നേഹത്തോടു കൂടി കയറ്റി വിട്ടതും തിരിച്ചു കൊണ്ടുവന്നതും അവരാണ്. പിന്നെ അതുപോലെ ചെന്നാലും എറണാകുളത്ത് നമുക്കൊരു സർക്കാർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മമ്മൂട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംഘടന ആൾക്കാരും ഇതിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമിലെ സർക്കാരിൻ്റെ ആൾക്കാരും പറയും, മമ്മൂട്ടിയെ നിങ്ങൾ കണ്ടിട്ടേ പോകുള്ളൂ പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രത്യേക ഇരിപ്പിടം തന്നെ അവിടെ ഇരുത്തി അദ്ദേഹത്തിനെ കണ്ടു. സന്തോഷത്തോടെ അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. അങ്ങനെ അതിൽ നല്ലൊരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിനെ കണ്ടതിൽ. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജോബിച്ചേട്ടനാണ് കേട്ടോ. സിനിമയിലൊക്കെ പോകുന്ന ജോബിച്ചേട്ടനാണ് സെക്രട്ടറി. നീലിമ എന്ന് പറഞ്ഞൊരു കൊച്ചാണ്, എറണാകുളത്തുള്ള കൊച്ചാണ് പ്രസിഡന്റ്. അപ്പം ഞങ്ങളിവിടെ വെച്ച് ഒരു പരിപാടി ഞങ്ങൾക്ക് എല്ലാവരും കൂടി കൂടിയിരുന്നു അല്ലേ. കഴിഞ്ഞ മാസം ഒരുപാട് ആൾ കൂടിയിരുന്നു. ലിറ്റിൽ പീപ്പിളിൻ്റെ ആൾക്കാർ ഡാൻസും പാട്ടും കഥകളുമായിട്ട് സന്തോഷിച്ചാണ് പിരിഞ്ഞത്. ഇനി ഒരു പരിപാടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് അടുത്ത ആഴ്ച. അതുപോലെ ഇന്നലെ വരെ, അതായത് 7 ദിവസം നമ്മുടെ നിയമസഭയ്ക്കകത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ 3-4 ദിവസം ഞങ്ങൾ അവിടെ പ്രോഗ്രാമിന് കാണാനും ഞങ്ങൾ സന്തോഷിക്കാനും അവിടെ പോയി. അതുപോലെ ഞങ്ങൾ സ്പോർട്സിൻ്റെ ആൾക്കാരുമാണ്. ഞാനിപ്പം സ്റ്റേറ്റിൽ മത്സരിച്ച് മെഡലുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കേലോ ഇന്ത്യയിൽ നാഷണലിൽ പോയി ഡൽഹിയിൽ പോയി മത്സരിച്ച് അതിൽ പിന്നെ ബ്രോൺസ് മെഡലുണ്ട്. അങ്ങനെ ഞങ്ങൾ മിക്ക ആൾക്കാരും
പിന്നെ സ്പോർട്സിനൊക്കെ ഉള്ളതാണ് ഈ സ്പോർട്സ്. അതുപോലെ അനഘ. ഞാൻ ആര്യ സ്പോർട്സിൽ ബാഡ്മിൻ്റൺ താരങ്ങളാ. പിന്നെ ആര്യ എന്നെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരിയാണ് അവള്. നമ്മൾ കണ്ട ഇരട്ടകളാണ്. അപ്പോൾ എൻ്റെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞ പോലെയാണ് എൻ്റെ ഒരു ഫീല്. സന്തോഷം, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ആര്യ എന്നെയാണ് ഫസ്റ്റ് വിളിച്ചത്, ചേച്ചി വരണം, എന്തായാലും വരണം. ഞാൻ അവള് റീൽസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞാൻ ആര്യ എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ആര്യ ഞാനാണെന്ന്. കാരണം ഞാൻ ആര്യല്ല, ആര്യല്ല. നമ്മൾ രണ്ടും ഒരേപോലെ നിൽക്കണം. കൂടപ്പിറപ്പ് പോലെ തന്നെ അവളെ. ആര്യ കണ്ട അൽഫോൺസ് എന്ന് പറയും, അൽഫോൺസെ കണ്ട അനഘയെന്ന് പറയും. ആര്യയുടെ പേര് അൽഫോൺസ് എന്നാണ്. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ ബാഡ്മിൻ്റൺ പാർട്ട്നേഴ്സാണ്. ആര്യൻ്റെ കൂടെ പ്ലെയറാണ് കളിക്കാൻ. ഇത് ഇന്ദുലക്ഷ്മി. എൻ്റെ പേര് ഇന്ദുലക്ഷ്മി. ഞാൻ ഇവിടെ പാറശാലയാണ് താമസിക്കുന്നത്. എനിക്കും ഈ ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റിൽ വന്നതിന് ശേഷമാണ് വളരെ മാറ്റം. കാരണം എന്ന് വെച്ചാൽ വീട്ടിനുള്ളിലേ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ ഈ ഒരു പുറം ലോകത്തോട്ട് കൊണ്ടുവന്ന് എല്ലാം കാണിച്ചു തന്നത് ഇവരൊക്കെയാണ്. ഇവരുടെ ഒരു ലതാ മേഡത്തിനെയും ജയകുമാർ സാറിനെയൊക്കെ പ്രത്യേകം നന്ദി പറയണം ഈ അവസരത്തിൽ. അതുപോലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകും. ഡാൻസ്, പാട്ട്, സ്പോർട്സ് എല്ലാവരും. അതായത് നമ്മൾ ലിഫ്റ്റിങ്ങിന് എനിക്കും സെക്കൻഡ് ഉണ്ട്. അതായത് നമ്മളെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും പണക്കാതെയും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യിക്കുകയും അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങളെ ഇതിൽ ജോലി വാങ്ങിച്ച് കൊടുക്കുകയും എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആരെയും നമ്മൾ തള്ളില്ല, എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ഏകോപിച്ച് കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, ഓക്കെ, താങ്ക് യു.